ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് ടോപ്പിക്സ് പെയിന്റിങ് വെച്ചിട്ടായിരുന്നു. ആ ടോപ്പിക്സിലേക്കാണ് കിടക്കുന്നത്. റിലേഷൻസിനകത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ പെയിന്റിങ് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ടോപ്പിക്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ ഞാൻ റിവൈസ് ചെയ്തിട്ട് മെയിൻ ടോപ്പിക്സിലേക്ക് പോവുകയാണ്. സോ റിലേഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ റിലേഷൻ കുറച്ച് ടോപ്പിക്സ് ഓൾറെഡി എടുത്താണ്. സോ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരുവാണ്. എ ബി രണ്ട് സെറ്റ് ആണെങ്കിൽ ബൈനറി റിലേഷൻ വരുന്നത് എ ക്രോസ് ബി. അത് എ ക്രോസ് ബിയുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു കാര്യമാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. റിലേഷൻ ആർ എന്ന് പറയുന്നത് സബ്സെറ്റ് എ ക്രോസ് ബി ആണ്. അതുപോലെ റിലേഷൻ ഓൺ സെറ്റ് എ എന്ന് പറയണമെങ്കിൽ ആ റിലേഷൻ ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിരിക്കണം. ആ റിലേഷൻ ഓൺ സെറ്റ് എ രണ്ട് സെറ്റും എ തന്നെയായിരിക്കും. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണ്. A with set 1, 2, 3, 4. This is all the pairs are in a relation. Relation ആണ് എന്തിരിക്കുന്നത്? Set A B and A divides B. A divides B എന്ന റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കാര്യം A divides B നമ്മൾ എഴുതുന്നത് A divides B എന്നാണ്. ഇതിന്റെ മീനിങ് B is divisible by A. ഓ ഇതിന് മറ്റൊരു മീനിങ് നമുക്ക് പറയാം. B is a മൾട്ടിപ്പിൾ ഓഫ് എ. ബി എന്ന് പറയുന്നത് എയുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് എഴുതാം. ഏത് നിങ്ങൾ ഓർത്താലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ബിക്കോസ് ഓർഡർ എ ബി ഈസ് ഇൻ ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് ഇൻഡിജേഴ്സ് നോട്ട് എക്സീഡിംഗ് 4. 4 കൂടാൻ പാടില്ല, എയും ബി ഇൻഡിജേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താണ് എ ഡിവൈഡ്സ് ബി ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റിലേഷൻ ആറിനകത്ത് ആര് വരുന്നുള്ളൂ, നമ്മുടെ ഓർഡർ പേഴ്സ് വരുന്നുള്ളൂ. ഓക്കെ, 1 ഡിവൈഡ്സ് 1 ആണ്. കാര്യം എന്താ, 1 വച്ച് 1 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് വാല്യൂ ഇൻക്രീസ് ആണ്. അതുകൊണ്ട് ഓർഡർ പെയർ 1 1 റിലേഷൻ അത് വരും. ഓർഡർ പെയർ 1 2, അതായത് 2 നമുക്ക് 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം 1 2 ഓർഡർ പെയർ വരും. അതേപോലെ ഓർഡർ പെയർ 1 3, 3 നമുക്ക് 1 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് ഓർഡർ പെയർ 1 3 വരും. അതേപോലെ തന്നെ 1 4 സിമിലർ ആണ്. 4 ഡിവൈഡ് ബൈ 1 ചെയ്യാൻ പറ്റും. അതിൽ ഓർഡർ പെയർ 2 2, സോ അത് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. 4 ഡിവൈഡ്സ് 2 ആയതുകൊണ്ട് 2 ഓർഡർ പെയർ 2 4 വരും. 3 ഡിവൈഡ്സ് 3 ആയതുകൊണ്ട് ഓർഡർ പെയർ 3 3 വരും. സിമിലർലി ഓർഡർ പെയർ 4 4 വരും. സോ ഇത്രയായിരിക്കും നമുക്ക് ഈ റിലേഷനകത്ത് വരുന്ന എലമെന്റ്സ്. കുറേ റിലേഷൻസ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ എക്സാമ്പിൾസ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്യുക. പിന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, മേ ബി 3 മാർക്കിന് ചോദിക്കാം. ഹൗ മെനി റിലേഷൻസ് ആർ ദെയർ ഓൺ എ സെറ്റ് വിത്ത് n എലമെന്റ്സ്? n എലമെന്റ്സ് ഉള്ള സെറ്റിൽ എത്ര പോസിബിൾ റിലേഷൻസ് കാണും? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മേ ബി സംടൈംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, സാധ്യതയുണ്ട്. A relation R on a set. A relation on a set is a subset of A cross A. So A cross A യുടെ സബ്സെറ്റ് ആണെന്ന് അറിയാം. A cross A, Aയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ A cross Aയിൽ n സ്ക്വയർ എലമെന്റ്സ് ആണ് വരിക. Aയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ A cross Aയിൽ n സ്ക്വയർ എലമെന്റ്സ് ഉണ്ടാകും. പിന്നെ നമുക്ക് അടുത്ത കാര്യം എന്താ, ഒരു സെറ്റിന് m എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2m സബ്സെറ്റ്സ് ആയിരിക്കും അതിന്റെ പോസിബിൾ. m എലമെന്റ്സ് ഉള്ള സെറ്റിനാണെങ്കിൽ 2m ആയിരിക്കും മാക്സിമം നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എയുടെ സബ്സെറ്റ് എത്രയാണ്? 2n സ്ക്വയർ സബ്സെറ്റ്സ് ആണ് പോസിബിൾ ഉള്ളത്. 2n സ്ക്വയർ. n സ്ക്വയർ എലമെന്റ്സ് എ ക്രോസ് എയിൽ ഉണ്ടെങ്കിൽ എ ക്രോസ് എയുടെ പോസിബിൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ 2n സ്ക്വയർ ആണ്. അത് തന്നെയായിരിക്കും നമ്മുടെ പോസിബിൾ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സെറ്റിൽ 3 എലമെന്റ്സ് ഉണ്ട് എന്ന് വെക്കുക. എ ബി സിന് 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 സ്ക്വയർ, അതായത് 2 512 റിലേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എല്ലാം നമുക്ക് ഇതുപോലെ ഡിഫൈൻ ചെയ്ത് ഡിവൈഡ്സ് മൾട്ടിപ്പിൾ എന്നൊക്കെ പറഞ്ഞ എഴുതുന്ന റിലേഷൻസ് ആയിരിക്കും. കൗണ്ട് ജസ്റ്റ് നമ്മൾ പറയുന്നത് ഇത്രയും റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കൗണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് വൺ പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻ ആണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന 3 പ്രോപ്പർട്ടീസ്, 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി. റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കാര്യം ഓർഡർ പെയർ എ എന്ന് പറയുന്ന പെയേഴ്സ് ഇവിടെ വരണം. നമ്മുടെ റിലേഷനകത്ത് പറഞ്ഞു ഒരു റിലേഷൻ ആർ ഓൺ സെറ്റ് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ എ എലിമെന്റ് ഓഫ് ആർ ആയിരിക്കണം. അതായത് ഐഡന്റിറ്റി എലിമെന്റ് ഏത് എലമെന്റ് എടുക്കുന്ന അതിന്റെ നമ്മൾ കിട്ടുന്നത് എ എന്നുള്ള പേര് റിലേഷൻ ആറിൽ വരണം. ഇങ്ങനെയുള്ള പേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റിഫ്ലെക്സീവ് പറയാൻ പറ്റും. 1 1 2 2 3 3 4 4 എന്നുള്ള എലമെന്റ്സ് ആണ് നമുക്ക് റിഫ്ലെക്സീവ് പേഴ്സ് ആയിട്ട് കിട്ടേണ്ടത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സിമെട്രി ആണ് വരുന്നത്. സിമെട്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു റിലേഷനെ നമ്മൾ സിമെട്രി വിളിക്കണമെങ്കിൽ എ ബി എന്നുള്ള പേർ, അവരുടെ പേര് എ ബി റിലേഷനകത്ത് എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് എന്ത് കിട്ടണം? ബി എ എന്നുള്ള പേരും കിട്ടണം. ഫോർ ഓൾ എ ബി
എലമെന്റ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് എയിലെ എലമെന്റ്സ് ആണ് എങ്കിൽ ഓൾഡ് പെയർ എ ബി എന്ന് പറഞ്ഞ റിലേഷൻ ഉള്ളപ്പോഴൊക്കെ ഓൾഡ് പെയർ ബി എയും അതിന്റെ മിറർ ഇമേജ് ആയിട്ട് വരുന്ന ബി എയും നമുക്ക് എവിടെ കിട്ടണം, റിലേഷനകത്ത് തന്നെ കിട്ടും. അങ്ങനെ കിട്ടിയാൽ മാത്രം നമ്മൾ ഇതിനെ സിമെട്രി ആണെന്ന് പറയും. ഇനി അങ്ങനെയല്ല, എ ബി ഉണ്ട്, എ ബി ഉണ്ട് പക്ഷെ ബി എ ഇല്ല, ഇങ്ങനൊരു കേസ് വരുന്നു. അതാണ് ആന്റി സിമെട്രി നമ്മൾ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ such that for all AB element of A, if AB element of R and B element of R, then A equal to B is called anti-symmetry. അതായത് നമ്മുടെ റിഫ്ലെക്സീവ് പെയർസ് ആയിട്ടുള്ള എ ഫോർമാറ്റ് 1 1 2 2 3 3 അതൊക്കെ വരാം. പക്ഷെ 1 2 എന്നുള്ളൊരു പെയർ റിലേഷൻ ആറിനകത്ത് ഉണ്ടെങ്കിൽ 2 1 എന്നുള്ള പെയർ റിലേഷൻ ആറിനകത്ത് വരാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പെയർ നമുക്ക് എ ബി ഫോർമാറ്റിൽ ആറിനകത്തുണ്ടോ അതിന്റെ ഒന്നും എന്ത് വരാൻ പാടില്ല, ഈ 2 1 എന്നുള്ള പേഴ്സ് വരാൻ പാടില്ല. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അതിനെ ആന്റി-സിമെട്രി എന്ന് വിളിക്കും. നെക്സ്റ്റ് വൺ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി ആണ്. ട്രാൻസിറ്റീവ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. ട്രാൻസിറ്റീവ് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ റിലേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ നമുക്ക് എ ബി എന്ന റിലേഷനും ബി സി എന്ന് പറയണം. രണ്ട് ഓർഡർ പേഴ്സ് എ ബിയും ബി സിയും ഉണ്ട്. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി എന്നുള്ള പേരും എന്ത് ചെയ്യണം, എക്സിസ്റ്റ് ചെയ്യണം. അത് ഫോർ ഓൾ എ ബി സി എലമെന്റ് ഓഫ് എക്സ്. ഏത് മൂന്ന് എ ബി സി എടുത്താലും എ ബിയും ബി സി ഈ രണ്ട് ഓൾഡ് പേഴ്സും റിലേഷൻ ഉണ്ടെങ്കിൽ എന്താണ്, എ സി നിലവിൽ റിലേഷൻ ഉണ്ടെങ്കിൽ മൂന്നും വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, റിലേഷൻ പ്രോപ്പർട്ടി ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ പറയാണ് ഈക്വലൻസ് റിലേഷൻ. ഈക്വലൻസ് റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് റിലേഷൻ. മൂന്നും വേണം, റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഇത് മൂന്നും ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് റിലേഷൻ. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ റിലേറ്റഡ് ടു ബി, എ ഈക്വലന്റ് റിലേറ്റഡ് ടു ബി ആണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. is often used to denote A and B are equivalent elements with respect to the particular relation. Okay, ഇവിടെ sometimes ചിലരുടെ റിലേഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ആ ഒരു ആറും കൂടെ കാണിക്കാറുണ്ട്. മോസ്റ്റ് കോമൺലി നമ്മൾ എ റിലേറ്റഡ് ടു ബി ആണ് എഴുതുന്നത്. ചില സമയത്ത് റിലേഷൻ കാണിക്കാൻ വേണ്ടി ഒത്തിരി റിലേഷൻസ് ഉണ്ടെങ്കിൽ R1 അങ്ങനെ എ റിലേറ്റഡ് ടു R2 അങ്ങനെ സെപ്പറേറ്റ് ചെയ്തും കാണിക്കാറുണ്ട്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നത് നോട്ട് ഓൾഡ് തന്നിരിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോൺഗ്രുവൻസ് മോഡുലർ ചെയ്യാൻ. ഒത്തിരി കൺഫ്യൂഷൻ ആയിട്ട് ഫീൽ ചെയ്യും, എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള കോൺഗ്രുവൻസ് മോഡുലർ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു സെക്ഷൻ നോക്കുക. ലെറ്റ് എം ബി ആൻ ഇന്റീജർ, എമ്മിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ആൻഡ് ദർ ഇസ് എ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡർ പെയർസ് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം. ഫസ്റ്റ് തന്നെ കോൺഗ്രുവൻസ് റിലേഷൻ എന്താണെന്നുള്ളത് നോക്കണം. റിലേഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന റിലേഷൻ ആണ് ഡിബേറ്റ് റിലേഷൻ, കോൺഗ്രുവൻസ് റിലേഷൻ. ഓക്കെ ഓക്കെ, ഈ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആദ്യം നോക്കാം. എ കോൺഗ്രുവൻസ് ബി മോഡ് എം. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എം. ഓക്കെ, എ മൈനസ് ബി എമ്മിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ എം ഡിവൈഡ്സ് എ മൈനസ് ബി, എം ഡിവൈഡ്സ് എ മൈനസ് ബി, ഓർ വൺ മോർ എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ എം. ഇതൊക്കെ ഇതിന്റെ സെയിം മീനിങ് കേട്ടോ, ഇതൊക്കെ ഇതിന്റെ സെയിം മീനിങ് ആണ്. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് യു ക്യാൻ ചൂസ് ദാറ്റ് വൺ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാം എ മൈനസ് ബി എന്ന് പറയുന്നത് എമ്മിന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ എം ഡിവൈഡ്സ് എ മൈനസ് ബി വരും, അല്ലെങ്കിൽ എ മൈനസ് ബി ഡിവൈഡഡ് ബൈ ഡിവിസിബിൾ ബൈ എം എന്ന് പറയും. ഏതെടുത്താലും ഓക്കാണ്, എം എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിരിക്കണം. ഇതിനകത്ത് ഏത് നിങ്ങൾ ചൂസ് ചെയ്താലും കുഴപ്പമില്ല. ഫോർ മൈ കൺസിഡറേഷൻ ഞാനിവിടെ മൾട്ടിപ്പിൾ ഓഫ് എം എന്നുള്ള ഈ ഒരു കാര്യമാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് അതാണ് എപ്പോഴും ഈസി ആയിട്ട് പറ്റുന്നത്. ഓക്കെ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എമ്മിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ, ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണ് എന്ന് കാണിക്കാൻ പറഞ്ഞേക്കുന്നത്. സോ ഈക്വലൻസ് റിലേഷൻ കാണിക്കാൻ നമുക്ക് 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാണിക്കണം. ഫസ്റ്റ് വൺ എന്തായിരുന്നു, റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കണം. റിഫ്ലെക്സീവ് ആണെന്ന് കാണിക്കാൻ നമുക്ക് ഓൾഡ് പേര് എ ഫോർമാലുള്ള ഓൾഡ് പേഴ്സ് ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എ വരുമ്പോ എങ്ങനെ വരണം, എ കോൺഗ്രുവന്റ് ടു എ മോഡ് എം. ഇത് കിട്ടുമെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് കിട്ടുമെന്ന് ചെക്ക് ചെയ്യാൻ പോണേ. അപ്പൊ എങ്ങനെയാ ഞാൻ എടുക്കാൻ പോവാണ്. എ കോൺഗ്രുവന്റ് ടു എ മോഡ് എം എന്ന് പറഞ്ഞാൽ എന്ത് വരും, എ മൈനസ് എ ഈസ് എ
മൾട്ടിപ്പിൾ ഓഫ് എം, മൾട്ടിപ്പിൾ ഓഫ് സം വാല്യൂ എ മൈനസ് എ മൾട്ടിപ്പിൾ ഓഫ്, ഞാൻ ആ വാല്യൂവിനെ പി എന്ന് വിളിക്കുകയാണ്, സപ്പോസ് പി എന്ന് വിളിക്കുകയാണ്. എ മൈനസ് എയുടെ വാല്യൂ എന്താണ്? 0 ആണ്. സെയിം വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. അപ്പം 0 നമുക്ക് എങ്ങനെ എഴുതാം? 0 ഈസ് ഈക്വൽ ടു എമ്മിന്റെ മൾട്ടിപ്പിൾ, പിയുടെ വാല്യൂ എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. എം ഇൻറ്റു 0, 0 ഇൻറ്റീജർ ആണ്, നമുക്ക് ഏത് ഇൻറ്റീജർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, പ്രശ്നമില്ല. അപ്പൊ 0 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു എം, എന്താ എമ്മിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കാണിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടല്ലോ? ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓൾഡ് പേർ എ റിലേഷനകത്തുണ്ട്, എമ്മിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കാണിച്ചാൽ മതി. 0 ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു എം. എന്താ ഓൾഡ് പേർ എ റിലേഷനകത്തുണ്ടെന്നുള്ളത് കാണിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ എന്താണ്? സിമെട്രി. സിമെട്രിക്കകത്ത് നമുക്ക് ഫസ്റ്റ് എലമെന്റ് ഉണ്ടെന്ന് ചൂസ് ചെയ്യാം അല്ലെ? എന്താണ്? ഓക്കെ, എ ബി, ഓൾഡ് പേർ എ ബി എലമെന്റ് ഓഫ് ആർ ആണ്, റിലേഷൻ ആറിനകത്തുണ്ടെന്ന് നമുക്ക് എടുക്കാം. അതിന്റെ മീനിങ് എന്താ? ദിസ് ഇംപ്ലൈസ് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എൻ. ഓക്കെ, മീനിങ് ഏതാണ്? എ ബി എന്ന് പറഞ്ഞ ഓൾഡ് പേർ റിലേഷൻ ആറിനകത്തുണ്ടെങ്കിൽ എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം ആണ്. അപ്പൊ നമുക്ക് അതിനെ ഒന്നുകൂടെ അങ്ങ് അതിന്റെ മീനിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തെഴുതാം. എന്ത് വരും? എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് എം, മൾട്ടിപ്പിൾ പെൻ എടുക്കുവാണ്, എൻ ഇൻറ്റു എം എന്ന് വിളിക്കാം. അടുത്ത സ്റ്റെപ്പിനകത്ത് ഞാൻ ഇതിനെ ഈ എ മൈനസ് ബിനെ ഒന്ന് മൈനസ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബോത്ത് സൈഡ്സ് മൾട്ടിപ്ലൈഡ് ബൈ -1. അപ്പൊ എന്ത് വരും? ബിയുടെ വാല്യൂ പോസിറ്റീവ് ആകും, എയുടെ വാല്യൂ നെഗറ്റീവ്, അപ്പൊ ഇത് ബി മൈനസ് എ ആകും. ഇവിടെ മൈനസ് എൻ ഇൻറ്റു എം എന്ന് കിട്ടും. എൻ ഒരു ഇൻഡീസർ ആണ്. ഓക്കെ, എൻ ഒരു ഇൻഡീസർ ആണെങ്കിൽ മൈനസ് എൻ എന്താണ്? മൈനസ് എൻ ഇൻഡീസർ ആണ്. ഇൻഡീസറിന്റെ മൾട്ടിപ്പിൾ കാണിച്ചാൽ പോരെ? മതി. എം എന്നുള്ള വാല്യൂ ഇൻറ്റു ആ ഇൻഡീസർ കിട്ടിയാൽ മതി. സോ അപ്പൊ എന്ത് തോന്നുന്നു? ബി മൈനസ് എ മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് കിട്ടി. അതിന്റെ മീനിങ് എന്താ? ബി കോൺഗ്രുവന്റ് ടു എ എന്ന് കൂടി. അതിന്റെ മീനിങ് എന്താ? ഓൾഡ് പേർ ബി എ എലിമെന്റ് ഓഫ് ആർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടുന്നായിരുന്നു? ഓൾഡ് പേർ എ ബി എലിമെന്റ് ഓഫ് ആർ സ്റ്റാർട്ട് ചെയ്തു, ഓൾഡ് പേർ ബി എലിമെന്റ് ഓഫ് ആർ കിട്ടി, വിച്ച് മീൻസ് ഇറ്റ് ഈസ് സിമെട്രി. ഓക്കെ, സിമെട്രിയും കിട്ടി. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടതുള്ളൂ? ട്രാൻസിറ്റിവിറ്റി. ഓക്കെ, ഞാൻ ട്രാൻസിറ്റിവിറ്റി ഇവിടെ ചെയ്യുവാണ്. ക്ലിയർ ഒന്നുമല്ല. നമുക്ക് ട്രാൻസിറ്റീവ് ആകാൻ വേണ്ടി എന്തെങ്കിലും കണ്ടീഷൻസ് ഉള്ളേ? എ ബി എന്നുള്ള പേര് റിലേഷനകത്തുണ്ട്, അതേപോലെ തന്നെ ബി സി എന്നുള്ള പേരും റിലേഷനകത്തുണ്ട്. രണ്ട് പേഴ്സ് നമുക്ക് റിലേഷനകത്തുണ്ടെന്നുള്ളത് അറിയാം. ഇനി രണ്ട് പേഴ്സ് ഞാൻ അതിന്റെ ഒരു മീനിങ്ങിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതുക കേട്ടോ. റിലേഷന് എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റി എഴുതാൻ പോകുന്നു. അപ്പൊ എന്തുവരും? എ കോൺഗ്രുവന്റ് ടു ബി മോഡ് എം. ഇവിടെ എന്തുവരും? ബി കോൺഗ്രുവന്റ് ടു സി മോഡ് എം. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താ? എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് എം. ഇതിന്റെ മീനിങ്ങോ? ബി മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് എം. ഞാൻ ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് ഞങ്ങൾക്ക് ആഡ് ചെയ്യും. മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എം പി ഇൻറ്റു മൈനസ് ബി പ്ലസ് ബി എന്താവും? ക്യാൻസൽ ആകും. അപ്പൊ എന്ത് വരും? എ മൈനസ് സി ഈക്വൽ ടു എന്നും ബി ഇൻറ്റീജേഴ്സ് ആണ്. അപ്പൊ എന്ത് വരും? എൻ പ്ലസ് ബി ഇൻറ്റു എം. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് കൂട്ടുന്നുള്ളൂ. അപ്പോൾ എന്ത് കിട്ടി? എ മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ. ഞാനിപ്പോൾ എൻ പ്ലസ് ബിനെ എസ് എന്ന് വിളിക്കുകയാണ്. ജസ്റ്റ് നമ്പർ. എൻ പി ഇൻറ്റീജർ ആണെങ്കിൽ അതിന്റെ സംഭവം എന്താണ്? ഇൻറ്റീജർ ആണ്. സോ എസ് ഇൻറ്റു എം. അപ്പൊ എന്ത് കിട്ടി? എ മൈനസ് സിനെ മൾട്ടിപ്പിൾ ഓഫ് എം ആയിട്ട് കാണിക്കാൻ പറ്റി. വിച്ച് മീൻസ്, അതിന്റെ അർത്ഥം എന്താണ്? വിച്ച് ഇംപ്ലൈസ് എ കോൺഗ്രുവന്റ് ടു സി മോഡ് എം, വിച്ച് ഇംപ്ലൈസ് AC element of R. എന്ത് കിട്ടി? ട്രാൻസിറ്റീവ് ആണെന്നും കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മുടെ കോൺഗ്രുവൻസ് മോഡുലോയം ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ.
ഓക്കെ, അപ്പൊ ഇതെന്തായാലും നല്ലപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, the next one. So that the debate relation is a set of positive which is not equivalence relation. Is not. ശ്രദ്ധിച്ചോണം, ഡിവൈഡ്സ് റിലേഷൻ ഈക്വലൻസ് റിലേഷൻ അല്ല എന്നാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല എന്ന് കാണിക്കാൻ വേണ്ടി എളുപ്പം എന്ന് അറിയോ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നുള്ളത് മാത്രം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാവുന്നവരല്ലേ. ഏതെങ്കിലും കാര്യം റോങ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം ചെയ്താൽ മതി, എവിടെയെങ്കിലും ഏതെങ്കിലും കണ്ടീഷൻ പുള്ളിക്കാരൻ തെറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തൊരു കേസാണ്, ബട്ട് ഞാൻ പറയാം. നോക്കിക്കേ, എന്ന് വിളിക്കുന്ന ഡിവൈഡ്സ് റിലേഷൻ. ഡിവൈഡ്സ് റിലേഷൻ എന്ന് പറയാൻ നമുക്കറിയാം എ ഡിവൈഡ്സ് ബി. ഓക്കെ, എ ഡിവൈഡ്സ് ബി എന്നുള്ള പേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ. എവിടെ സെറ്റ് ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനകത്താണ്. ഓക്കെ, അപ്പൊ എന്താ എ ആൻഡ് ബി എലമെന്റ് ഓഫ് Z+2 ആണ്. ഇനി എന്താ വേണ്ടേ, നമുക്ക് ആദ്യം തന്നെ റിഫ്ലക്സീവ് ആണോ ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ആവാൻ എന്താ വേണ്ടത്, ഓൾ പേർ എ റിലേഷത്തുണ്ടെന്ന് കാണിക്കണം. എ ഡിവൈഡ്സ് എ, കാര്യം എന്താ, എ ആണ്, വാല്യൂ 1 കിട്ടുന്നത്. 1 എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ഇൻഡിജർ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഓൾ പേർ എ എന്ന് പറഞ്ഞ റിലേഷൻ ആറിനകത്തുണ്ട്. സോ ഇറ്റ് ഈസ് റിഫ്ലക്സീവ്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് സിമെട്രി നോക്കാം. സിമെട്രിക്ക് നമുക്ക് എന്താ ഉള്ളത്, എ ബി. എ ബി എവിടെയാണ്, എ ബി എലമെന്റ് ഓഫ് ആർ ആണ്, വിച്ച് മീൻസ് എ ഡിവൈഡ്സ് ബി. Called pair AB element of R, which means എന്താണ്, എ ഡിവൈഡ്സ് ബി. അതിന്റെ മീനിങ് എന്താണ്, ബി ഈസ് ഡിവിസിബിൾ ബൈ എ. ബി ഈസ് ഡിവിസിബിൾ ബൈ എ. That does not implies A is divisible by B, which means എന്താ ഇംപ്ലൈ ചെയ്യുന്നുണ്ടോ, ബി ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞാൽ എ ഡിവൈഡ്സ് ബി ആണെന്നുണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ബി ഡസ് നോട്ട് ഡിവൈഡ്സ് എ ആണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ്, ബി എന്നുള്ള പേര് ആറിനകത്ത് വരില്ല. ഇപ്പൊ ഞങ്ങൾ നോക്കി നോക്കിയേ, വാല്യൂസ് എടുത്ത് വെക്കുക. 2 4 എടുക്കുന്നു, 4 is divisible by 2 ആണ്. പക്ഷെ തിരിച്ചെടുത്താലോ, 2 is divisible by 4 ആണോ, അല്ല. നമുക്ക് ഇൻഡിജർ വാല്യൂ അവിടെ കിട്ടത്തില്ല. 2/4 1/2 ആണ്, ഇൻഡിജർ വാല്യൂ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, സിമെട്രി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. നോട്ട് സിമെട്രിക്, therefore divides relation is not an equivalence relation. ഓക്കെ, ഏതായാലും നോക്കിയ ഒരു കേസ് വേണ്ടി നമ്മളിവിടെ സിമെട്രി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സോ അവിടെ കൊണ്ട് നമുക്കത് വേണ്ടി ചെയ്യാം. നെക്സ്റ്റ് വൺ, ലെറ്റ് ആർ ബി ആൻ ഈക്വലൻസ് റിലേഷൻ ഉള്ള സെറ്റ് എ. നമുക്കൊരു ഈക്വലൻസ് റിലേഷൻ തന്നെയുണ്ട്. ആർ എന്ന് പറയുന്നത് ഈക്വലൻസ് റിലേഷൻ ആണ്, സെറ്റ് എയിലാണെന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ എലിമെന്റ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ആൻ എലമെന്റ് എ. ഓക്കെ, ആ സെറ്റ് എയിലെ ഒരു എലമെന്റ് നമ്മൾ സ്മോൾ എ എടുത്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് വരുന്ന എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു, ഈക്വലൻസ് ക്ലാസ് ഓഫ് എ. The set of all elements that are related to the element A is called equivalence class of A. Okay, equivalence class of A is denoted with respect to the relation. Okay, A R എന്ന് എഴുതുന്നത്. സംടൈംസ് നമ്മൾ ആർ കൊടുക്കാറുള്ള കാര്യം, റിലേഷൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ നമ്മൾ ഈക്വലൻസ് ക്ലാസ്സിന് സ്ക്വയർ ബുക്സ് മാത്രമേ കാണിക്കാറുള്ളൂ. ഡെഫിനിഷൻ ആണ്, equivalence class of A related to R, set of all S such that A is element of R. A ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എസിന്റെയും കളക്ഷൻ. ഇതാണ് നമ്മൾ ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ഈക്വലൻസ് ക്ലാസ് കൂടെ ചെക്ക് ചെയ്താലോ. ഓക്കെ, വാട്ട് ആർ ദി ഈക്വലൻസ് ക്ലാസസ് ഓഫ് 0 and 1 for congruence modulo 4?
സീറോയുടെയും വണ്ണിനെയും മാത്രമേ വെച്ചിട്ടുള്ളൂ, പക്ഷെ നമുക്ക് എല്ലാത്തിനെയും കണ്ടുപിടിച്ചിടാം. തന്നെ നമുക്ക് കോൺഗ്രുവൻസ് മോഡുലോ 4 കണ്ടുപിടിക്കേണ്ടത്. എ എന്നും ബി എന്നുള്ള വാല്യൂസ് ഏതൊക്കെ ആകാം? ഏത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സും ഏത് ഇൻറ്റീജേഴ്സും ആകാം. കോൺഫിഡൻസ് മോഡൽ നമ്മൾ പറഞ്ഞാൽ ഇൻറ്റീജേഴ്സിനാണ്. സോ നമുക്ക് ഏത് വെച്ച് കൊടുക്കാം. നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? എ കോൺഗ്രുവൻ ടു ബി മോഡ് കോൺഗ്രുവൻ മോഡുലോ 4. അപ്പൊ എന്നിന്റെ വാല്യൂ ആണ് 4. ഓക്കെ, അപ്പൊ നമുക്ക് എക്കും ബിക്കും ഓരോ വാല്യൂ എടുക്കാം. ഇവിടെ ഈക്വലൻസ് ക്ലാസ് ഓഫ് 0യും 1 പറഞ്ഞിരിക്കുന്നത്. അതായത് എയുടെ വാല്യൂ 0 ആകുന്ന കേസ് 1 ആകുന്ന കേസ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ 2ഉം 3ഉം 4ഉം 5ഉം കൂടെ എടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് 0യും 1ഉം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇതുകൂടെ കണ്ടുപിടിക്കുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ കൊടുക്കാൻ പോണം. ഫസ്റ്റ് ഓഫ് ഓൾ എയുടെ വാല്യൂ 0 വരും. അപ്പൊ ഇത് വരും 0 കോൺഗ്രുവൻ ടു ബി മോഡ് 4. ബി മോഡിലോ 4. ഓക്കെ, ഇവിടെ 0 വരണം. അത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഏത് വാല്യൂ കൊണ്ട് ചെയ്ത് കിട്ടും? 0 മൈനസ് 0 0 ആണ് അല്ലേ? അത് 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ? നമുക്ക് എന്ത് എഴുതാം? 0 കോൺഗ്രുവൻ ടു 0 മോഡുലോ 4 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ഏത് എഴുതാൻ പറ്റും? 0 കോൺഗ്രുവൻ ടു 4 എഴുതാൻ പറ്റത്തില്ല. 0 മൈനസ് 4 മൈനസ് 4 ആണ്. മൈനസ് 4 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ? -1 × 4 -4 കിട്ടും. അപ്പം അത് മോഡുലോ 4 കിട്ടും. അതുപോലെ അങ്ങനെ 8 കൊടുക്കത്തില്ലേ? ഓക്കെ, 8 കൊടുത്ത് എന്ത് വരും? 0 മൈനസ് 8. അപ്പൊ 8 കിട്ടും. 2 ടൈംസ് 4. മൈനസ് കിട്ടണം. മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് ഏതാ കിട്ടാൻ പോണേ? 0 വെച്ച് കോൺഫിഡൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന മൊത്തം 4ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ ഒരെണ്ണം നമുക്ക് കിട്ടി. ഞാൻ ഇവിടെ എഴുതാൻ പോവാ. ഈക്വലൻസ് ക്ലാസ് ഓഫ് 0 ഏതൊക്കെ വരും? 0 വരും, 4 വരും, 8 വരും, 12 വരും. അതുപോലെ നെഗറ്റീവ് വാല്യൂസ് മതിയല്ലേ? -4 -3 എടുക്കത്തില്ലേ? അതും കൂടെ എഴുതാലോ. -8 -4 -12. ഈ സെറ്റാണ് എന്താ പറയുന്നത്? ഈക്വലൻസ് ക്ലാസ് ഓഫ് 0 എന്ന് പറയുന്നത്. ഇനി 1 എന്നുള്ള വാല്യൂ എടുക്കുക. പിന്നെ വരും 1 കോൺഗ്രുവൻ ടു ബി മോഡ് 4. ബിക്ക് ഏതെങ്കിലും വാല്യൂ കൊടുക്കണം. അത് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് 5 കൊടുത്ത് നോക്കാം. 5 മോഡ് 4 ആകുമോ നോക്കി? കിട്ടിയല്ലേ? 1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ -4 ആണ്. -4 എന്താ? 4ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ അതെന്തായാലും കിട്ടി. അപ്പൊ അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുമ്പോൾ ഞാൻ 9 കൊടുക്കുക. 9 കൊടുക്കുക. എന്ത് വരും? 1 മൈനസ് 9 വരും. അത് -8 എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ അത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് 1ന്റെ എഴുതാലോ. വേണമെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സും കൊടുക്കാം. ഒരു നെഗറ്റീവ് നമ്പർ കൊടുക്കാം. അപ്പൊ -5 കൊടുക്കാം. -5 എടുത്തില്ലോ. -3 പറ്റുള്ളൂ. -3 പറ്റുള്ളൂ. അതിന്റെ കാര്യം എന്താ? അതിന്റെ കാര്യം എന്തായിരിക്കും? 1 മൈനസ് -3 എന്ത് വരും? 4. 4 എന്താ? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? അപ്പം അത് കിട്ടി. അപ്പൊ ഞാൻ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 എഴുതാൻ പോണേ. -7 കിട്ടും, -3 കിട്ടും. പിന്നെ ഏതാ? ഇവിടെ 1 കിട്ടും കേട്ടോ. 1 കോൺഗ്രുവൻ ടു 1 മോഡ് 4 ആണ്. 1 മൈനസ് 1 0 എന്ന് കിട്ടുമല്ലോ. 0 മൾട്ടിപ്പിൾ 4 എന്ന് എഴുതാം. 1 5 9 ഈ പോകുന്നതാണ് ഈക്വലൻസ് ക്ലാസ്. 1ന്റെ ഈക്വലൻസ് ക്ലാസ് കറസ്പോണ്ടിങ് ടു കോൺഗ്രുവൻസ് മോഡുലോ 4. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് 2 എണ്ണമായി. 2 എണ്ണം കൂടെ ബാക്കി പറഞ്ഞിട്ടില്ല. അതും കൂടെ കണ്ടുപിടിക്കുക. എയുടെ വാല്യൂ 2 കൊടുക്കുന്നു. അപ്പൊ എന്ത് വേണം? 2 കോൺഗ്രുവൻ ടു ബി മോഡ് 4. ബിക്ക് 2 കൊടുക്കാവേ. 2 കോൺഗ്രുവൻ ടു 2 മോഡ് 4 എങ്ങനെ വരും?
2 മൈനസ് 2 0 ആണ്. 0 എന്തായാലും നമുക്ക് 4 മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അടുത്ത നോക്കി 2 കോൺഗ്രുവന്റ് 6 കൊടുക്കുക. എന്ത് വരും? 2 മൈനസ് എന്താണ്? -4 ആണ്. അതും എന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അടുത്തെന്താ? നമുക്ക് 10 കൊടുക്കാം. 2 മൈനസ് 10 എന്ന് പറഞ്ഞാൽ -8. അതും എന്താണ്? മൾട്ടിപ്പിൾ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്പർ കൊടുക്കാം. ഏത് വരും? -2. 2 മൈനസ് -2 എന്ത് കിട്ടും? 2 പ്ലസ് 2 4 കിട്ടും. 4 എന്നാണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്കത് നമ്പേഴ്സ് കിട്ടി. ഇപ്പൊ 2ന്റെ എഴുതാൻ പോണേ. ഏത് വരും? -6 -2 2 6 10. ഈ പോകുന്ന കാണിച്ച് എന്ത്? -6 നമുക്ക് വരാൻ പോകുന്ന 2ന്റെ ഇതേപോലെ സിമിലർ ആയിട്ട് നമ്മൾ 3യുടെയും കൂടെ ചെയ്യണം. 3യുടെ ചെയ്യുന്നു. A = 3 കൊടുക്കുവാണ്. 3 കോൺഗ്രുവന്റ് 3 മോഡ് 4. 3ക്ക് നമുക്ക് ചെയ്ത് നോക്കുക. 3 കോൺഗ്രുവന്റ് 3 മോഡ് 4 കൊടുത്തു. എന്താ? 3 മൈനസ് 3 പറയണ്ടല്ലോ, 0 ആണ്, കിട്ടും. അടുത്തെന്താ? 7 കൊടുക്കാം. മോഡ് 4 എന്ത് വരും? 3 മൈനസ് 7 എന്ന് പറഞ്ഞാൽ -4 കിട്ടും. അടുത്ത എന്താണ്? 3 കോൺഗ്രുവന്റ് ഏത് വരും? 11. അവിടെ എന്ത് കിട്ടും? നമുക്ക് -8 കിട്ടും. ഇതെല്ലാം എന്താ? 4ന്റെ മൾട്ടിപ്പിൾസ്. അപ്പൊ നമുക്കത് 3യുടെയും കൂടെ എഴുതാം. ഓക്കെ, അപ്പൊ 3യുടെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നെഗറ്റീവ് നമ്പർ ഏതായിരിക്കും വരുന്നേ? -1 വരുമോ? 3 മൈനസ് -1 വരും. ദെൻ -5 വരും. അപ്പൊ നമുക്ക് -5 -1 3 7 11 ഇതൊക്കെയാണ് നമുക്ക് 3 കിട്ടാൻ പോകുന്നത്. ഇനി നിങ്ങൾ 4ന്റെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചോ. എയുടെ വാല്യൂ 4 കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ 0യുടെ എഴുതിയേക്കുന്ന സെയിം ഈക്വലൻസ് ക്ലാസ് ആയിരിക്കും. അതേപോലെ നിങ്ങളിപ്പം എക്ക് 5 കൊടുക്കുവാണെങ്കിൽ 1ന്റെ സെയിം ഈക്വലൻസ് ക്ലാസ് കിട്ടുന്നത്. ആ ജസ്റ്റ് നിങ്ങൾ വെരിഫൈ നോക്കിയാൽ മതി. ഓക്കെ, എക്ക് വാല്യൂസ് മാറ്റി കൊടുക്കുന്നു. 4 5 എന്ന് കൊടുത്തിട്ട് കിട്ടാൻ പോകുന്നത് ഈ 0ക്ക് കറസ്പോണ്ട് ആയിരിക്കും. അതായത് ഈക്വലൻസ് ക്ലാസ് ഓഫ് 0 എന്ന് പറയുന്നത്, ഈക്വലൻസ് ക്ലാസ് ഓഫ് 4 എന്ന് പറയുന്നത്, ഈക്വലൻസ് ക്ലാസ് ഓഫ് 8 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറയുന്നത്, ഈക്വലൻസ് ക്ലാസ് ഓഫ് 5 എന്ന് പറയുന്നത്, ഈക്വലൻസ് ക്ലാസ് ഓഫ് 9 എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈക്വലൻസ് ക്ലാസ് ഓഫ് 2, ഈക്വലൻസ് ക്ലാസ് ഓഫ് 6, ഈക്വലൻസ് ക്ലാസ് ഓഫ് 10 ഇതും സെയിം ആയിരിക്കും. ഈക്വലൻസ് ക്ലാസ് ഓഫ് 3, അതുപോലെ ഈക്വലൻസ് ക്ലാസ് ഓഫ് 7, ഈക്വലൻസ് ക്ലാസ് ഓഫ് 11 ഇതൊക്കെയാണ് സെയിം ആയിരിക്കും. അതായത് നിങ്ങൾ ഈ 4 വാല്യൂസ് കണ്ടുപിടിച്ചത്, ഈ 4 ഈക്വലൻസ് ക്ലാസ് കണ്ടുപിടിച്ചത്, ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് റിപ്പീറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഈക്വലൻസ് ക്ലാസ്സസ്. വിച്ച് മീൻസ് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സിനെ 4 ഈക്വലൻസ് ക്ലാസ് ആയിട്ട് കോൺഗ്രുവൻസ് മോഡിൽ 4 ഡിവൈഡ് ചെയ്യുന്നത്. ആ 4 ഈക്വലൻസ് ക്ലാസ്സസ് ആണ് ഈക്വലൻസ് ക്ലാസ് 0, ഈക്വലൻസ് ക്ലാസ് 1, ഈക്വലൻസ് ക്ലാസ് 2 ആൻഡ് ഈക്വലൻസ് ക്ലാസ് 3 എന്നുള്ളത്. ഇത് നമ്മുടെ സെറ്റ് ഓഫ് ഇന്റീജേഴ്സിനെ 4 സെറ്റുകളായിട്ട് പാർട്ടീഷൻ ചെയ്യും. അതായത് 4 ഓരോ ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. 0യിലും ഈക്വലൻസ് ക്ലാസ് 0, ഈക്വലൻസ് ക്ലാസ് 1ലോ ഒരിടത്തും ഒരു എലമെന്റ് പോലും കോമൺ ഉണ്ടാകത്തില്ല. ഈ 4ന്റെയും കൂടി യൂണിയൻ എടുത്താൽ നമ്മുടെ ഫുൾ സെറ്റീസ് കിട്ടുകയും ചെയ്യും. ഇതൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഡിസ്റ്റൻസ് സെറ്റാ. ഇത് ഓരോന്നും ഡിസ്റ്റൻസ് സെറ്റ്. അതുപോലെയാണ് ഇതിന്റെ യൂണിയൻ എന്താണ്? സെറ്റ് ഓഫ് ഇന്റീജേഴ്സിനെ തരികയും
ചെയ്യുന്നത്. ദിസ് മേക്സ് എ പാർട്ടീഷൻ. ഓർത്തിരിക്കണം, മേ ബി സംടൈംസ് ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് enough for today's session. Thank you.